ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപൂശൽ വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. ദേവസ്വം വിജിലൻസിന്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ആസ്ഥാനത്തായിരുന്നു ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹ ഇടപെടലുകളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ വിജിലൻസ് തേടി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പൂശൽ വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 4 മണിക്കൂറോളമാണ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത്. ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശാൻ വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചതും സാമ്പത്തിക പണപ്പിരിവ് നടത്തിയതും സംബന്ധിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ തലസ്ഥാനത്തുൾപ്പെടെ 30 കോടിയിലധികം രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയതായും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ വട്ടപ്പലിശ ഇടപാട് നടത്തിയും ഭൂമി വാങ്ങിക്കൂട്ടിയിരുന്നു. ഇക്കാര്യത്തിലും വിശദമായ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണന്റെ സഹായികളായിട്ടുള്ള വാസുദേവൻ ഉൾപ്പെടെയുള്ളവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചിട്ട എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഉദ്യോഗസ്ഥരോട് പൂർണ്ണമായിട്ടും അന്വേഷണത്തിൽ ഞാൻ സഹകരിക്കും. ഇനി കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ സമർപ്പിക്കും. വിശദമായ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിയും ഉണ്ടായിരിക്കും. വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയെ ഉടൻ സമീപിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.